അടിപൊളി ഒരു പാലം. ഇങ്ങനത്തെ പാലം ഇതൊരു ഇതിനു മുമ്പ് കണ്ടിട്ട് പോലും ഇല്ലേ. விலையழகே சொன்ன விலைக்கு வாங்க வருவேன், விலை உயிர் என்றாலும் தருவேன், இந்த அழகை கண்டு வியந்து போகிறேன், ஒரு மொழி இல்லாமல் மௌனமாகிறேன், ஒரு மொழி இல்லாமல் மௌனமாகிறேன். രാവിലെ തൊട്ട് ഓട്ടമായിരുന്നു, നൈറ്റ് ഫുൾ ഓടി. അപ്പം നമ്മളിപ്പോൾ കഴിക്കാൻ വേണ്ടി നിർത്താം. അപ്പോൾ ഇന്നിനി രാവിലെ ഉണ്ടാക്കുന്ന കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടാണ്, നല്ല വെയിലുള്ളതുകൊണ്ട്. അപ്പം രാവിലെ വെളിയിൽ നിന്നും കഴിക്കുന്നത് ഇത് ധാബയാണ്, രാജസ്ഥാനി ധാബ. 2 ഹോട്ടലുണ്ട്, അവിടെ കയറി ഇച്ചിരി എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കഴിക്കാം. ഇവിടുന്നാണ് ലോറിക്കാർ കൂടുതലും കഴിക്കുന്നത്. ഞങ്ങൾ കഴിക്കാനായിട്ട് ധാബയിലോട്ട് പോവാണ്. ഇവിടെ എന്തുകൊണ്ട് കഴിക്കാനെന്ന് നോക്കണം പോയി. കഴിക്കാൻ എന്തുകൊണ്ടെന്ന് ചോദിച്ചോ? ചെറിയൊരു ധാബയാണ്. കഴിക്കാൻ ഓർഡർ എടുക്കാൻ ആരും വന്നില്ല. എന്തോ കഴിക്കുന്നേ? റൊട്ടിയും കറിയും 4 കറിയും കഴിക്കല്ലേ? അതുണ്ടോന്ന് ചോദിച്ചു. ഇല്ല പിന്നെ ഫുഡ് ഒരു ഓർഡർ ചെയ്തൊരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സാധനം കിട്ടുന്നത് കേട്ടോ. പിന്നെ ഇതാണ് റൊട്ടി. ഇതെൻ്റെ പേരെന്താ? ചൊപ്ലി 4 കറി. പിന്നെ ഇതാണ് നമുക്ക് തന്നേക്കുന്നത്. എൻ്റെ കൂട്ടത്തിൽ നാരങ്ങയുണ്ട്. ഇതെല്ലാം കഴിക്കാം, നല്ല വിശപ്പെടും രാവിലെ. ഫുഡ് തന്നെ കൊള്ളാൻ അടിപൊളി ഫുഡാണ്. ഞങ്ങളൊന്നും ഫുഡ് കഴിച്ചിട്ടില്ല ആദ്യമായിട്ട്, അതുകൊണ്ട് എന്തെങ്കിലും സാധനം അടിപൊളിയാണ്. എങ്ങനെയുണ്ടാ ഫുഡൊക്കെ കഴിച്ചിട്ട്? സൂപ്പർ രാവിലെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ആദ്യമായിട്ട് കഴിക്കുന്നില്ല, അതുകൊണ്ടായിരിക്കും. നമ്മളൊരു 100 കിലോമീറ്റർ ഓടി കഴിഞ്ഞപ്പോൾ നമുക്കൊരു ചെറിയൊരു ടൗൺ പോലെ കിട്ടി. വണ്ടി നമ്മൾ ഓടി ഇങ്ങനെ ഇതുകൊണ്ടൊരു കണ്ടിന്യൂസ് ഓട്ടമായിരുന്നു. കണ്ടിന്യൂസ് ഓടി ഇപ്പോൾ ഏകദേശം നമുക്കൊരു 300 കിലോമീറ്റർ അടുപ്പിച്ചേ ഉള്ളൂ ഇനി ഡൽഹിക്ക്. വണ്ടി ഇവിടെ സൈഡിലോട്ട് നിർത്തി, സൈഡിലോട്ട് ഇങ്ങനെ നിർത്തിയിട്ടേക്കുവാണ്. വണ്ടിയുടെ വീലൊക്കെ ഒന്ന് ചൂടായി, നല്ല വെയിലാണ് റോഡിൽ. വീലൊക്കെ ഒന്ന് ചൂടായി ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി നിർത്തിയിട്ടാണ്. ട്രാക്ടറിലാണ് നമ്മുടെ അവിടെ വോക്കൽ പോകുന്നതിൻ്റെ തൊട്ടാണ് ഇവിടെ ട്രാക്ടറിലൊക്കെ സ്പീക്കർ വെച്ചേക്കുന്നത്, വോക്കൽ സൗണ്ട് ഇട്ട് പോകുന്നതിൻ്റെ തൊട്ട്. അപ്പോൾ ഇനി ഞങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്യാമെന്നുള്ള ഒരു പരിപാടിയിലാണ്. ഉച്ചക്കത്തേക്ക് ഇവിടുത്തെ ഹോട്ടലിലെ ഫുഡൊക്കെ കൊള്ളാം, ഇവിടുത്തെ വലിയ കുഴപ്പമില്ല, എന്നാലും നല്ല റേറ്റാണ്. നമ്മളിപ്പോൾ കഴിച്ചതിന് തന്നെ 400 രൂപയായി രാവിലെ കഴിച്ച ഫുഡിന്. ഉണ്ടാക്കി കഴിക്കാം എന്നോർത്തു. അങ്ങനെ നമുക്ക് രണ്ടാമതൊരു പണി കിട്ടിയിരിക്കുകയാണ്. ഒരു ടയർ പൊട്ടി. കഴിഞ്ഞ ദിവസം പഞ്ചറായിരുന്നു ആയേ, ഇപ്രാവശ്യം ടയറൊന്നും പൊട്ടി. അതിൻ്റെ ബാക്കിൽ കിടക്കുന്ന ഈ ടയർ എന്ത് ചെയ്യാനാ? വെയിലാണെങ്കിൽ ചൂടായാലും ഞങ്ങളെ തണുപ്പിച്ചിട്ട് അങ്ങോട്ട് എടുത്തേ ഉള്ളൂ വണ്ടി. ഇപ്പോഴത്തേക്ക് പൊട്ടി. പഞ്ചറുകട വന്നിട്ടുണ്ട് പഞ്ചറൊട്ടിക്കാൻ വേണ്ടി. പഞ്ചറൊട്ടിക്കാൻ പറ്റത്തില്ലല്ലോ, സ്റ്റെപ്പിന് എടുത്തിടാം, അതേ നടക്കും. എന്തായാലും നല്ലൊരു പണിയാണ് കിട്ടിയത്. അകത്തെ ടയറാണ് പൊട്ടിയേക്കുന്നത്. എന്തായാലും ടയർ പൊട്ടിയതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ടയർ കട ഉണ്ടായിരുന്നു. അതുകൊണ്ട് അധിക ദൂരം അത് തന്നെ സ്വാഭാവികമാണ്. ഇത്രയും ദൂരം നമ്മൾ ഓടിയതല്ലേ. കമ്പനി വന്ന ടയറാണ് കിടന്നത്. പിന്നെ ഒരു തവണ റീസോൾ ചെയ്തുക. അതെ, ഇത്രയും കട്ടയുള്ള ടയറാണ്. ഇനിയിപ്പോൾ സ്റ്റെപ്പിന് ഊരി ഇടുക, അതേ ഉള്ള രക്ഷ. ഊരുന്നില്ലോടാ? അതെന്തായാലും നന്നായി. ഒരു തുള്ളി തണലില്ലാത്തോണ്ട് പിന്നെ കുഴപ്പമില്ല.
സ്റ്റെപ്പിന് ഊരുന്ന ഇച്ചിരി പണിയുള്ള കാര്യമാണ്. ബ്ലോക്ക് ആയതുകൊണ്ട് കുറച്ചു നേരം മെനക്കെട്ടാലേ ഊരാൻ പറ്റത്തുള്ളൂ. ഇവിടുത്തെ ടയറുടെ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ അടുത്തൊരു വണ്ടി കൂടെ വന്നിട്ടുണ്ട്, 2 ടയർ പൊട്ടിയത്. ടയർ ഇങ്ങനെയാണ് പൊട്ടി. സൈഡ് കഴിഞ്ഞ ദിവസം സൈഡാണ് കമ്പനി വന്ന ടയറാണ്. നമ്മളതൊന്ന് റീസോൾ ചെയ്ത് നോക്കിയതാണ്, പക്ഷെ നിൽക്കുന്ന ലക്ഷണമില്ല. ടയർ നമ്മൾ സ്റ്റെപ്പിനെ എടുത്ത് കുടിക്കുകയാണ്. ഇത് നമ്മുടെ അജ്മീർ ഡൽഹി ഹൈവേയാണ്. വൈകിട്ടിപ്പം കുറേ നേരം വണ്ടി നിർത്തി ഇട്ടേക്കാന്ന് വിചാരിച്ചു. ഒരു 7 മണിയൊക്കെ ആയിട്ട് പോവാം എന്നാ വിചാരിക്കുന്നത്. അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. 2 ആശാന്മാർ എൻ്റെ കൂടെ കൈയും കെട്ടി നിൽപ്പുണ്ട്. ഇവന്മാരിവിടെ എന്തുവാ വല്ല കൈ കെട്ടി മറ്റേ സ്റ്റാച്ചുവായിട്ട് നിർത്തിയേക്ക് വന്നൊന്ന് ഡൗട്ടുണ്ട്. എന്തുവാണ് 2 എണ്ണം ഒരുപോലെ നിൽക്കുന്നത്? കൈ 2ൻ്റെയും കെട്ടി. പ്രകൃതി ഭംഗിയോ? അത് ശരിയാ, പ്രകൃതി ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. ഒരുത്തനെന്തായാലും ഈ വീപ്പയ്ക്ക് ലീക്ക് ഉണ്ടോ എന്ന് നോക്കുക. അവന് ഡൗട്ട്, അവിടെ ഏതോ ലീക്കായോ എന്നൊരു സംശയം. അതിന് വേണ്ടിയിട്ട് എന്നെ മണ്ട കയറിയതാ. അത് കുഴപ്പമില്ല, സ്മെല്ല് വരും. അത്രയൊന്നും അല്ലല്ലോ, റബ്ബർ പാലല്ലേ. ഉണ്ട്, പോരെ, ഇറങ്ങി പോരെ. നമ്മളെ ഗ്യാസ് കുറ്റി തീർന്നു പോയായിരുന്നു. അപ്പം പകുതി ചോറ് വേവിലിരിക്കുകയാണ്. അപ്പോൾ ഗ്യാസ് കുറ്റി തപ്പി ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇവിടെ ഇത് ടോളാണ്. നമ്മളെ ടോളിൻ്റെ സൈഡിലങ്ങനെ ഗ്യാസ് കുറ്റി കിട്ടുമെന്നേ. അപ്പം ഞാൻ രാവിലെ കൂടെ ഇറങ്ങിയതാണ് ഗ്യാസ് കുറ്റി കിട്ടുമെന്ന് അറിയാൻ. അപ്പുറത്ത് കുറേ കടയുണ്ട്. കടയിൽ എവിടെയെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കാം നമുക്ക്. ഞങ്ങൾ ഗ്യാസ് കുറ്റി തപ്പി കുറേ തപ്പി കിട്ടിയില്ല. ഇവിടെ ഗ്യാസ് ഉപയോഗിക്കുന്ന ആൾക്കാരില്ലെന്ന് തോന്നുന്നു. വണ്ടിയിലാണെങ്കിൽ ഇവരാരും ഗ്യാസ് അല്ല, ഇവരെല്ലാം കൂടുതലും ധാബകളിൽ നിന്ന് കഴിക്കുക ഇവിടെ ഉള്ളവരെല്ലാം. അപ്പോൾ ഇനി എന്തായാലും തിരിച്ച് ഞങ്ങൾ പോവാം, വണ്ടിയിലോട്ട് പോവാം. അല്ല ശരിക്കും ഡൽഹിയിലോട്ട് ചെന്നിട്ടേ നമുക്ക് ആലോചിക്കാം, അവിടെ കാണാൻ കിട്ടുമെന്ന് തപ്പി നോക്കാം. നമ്മളെ ഡൽഹിയിലോട്ട് യാത്രക്കിടയിൽ ഇപ്പം രാത്രിയിലുള്ള ഫുഡ് കഴിക്കാനെ കൊണ്ട് വണ്ടി നിർത്തിയതാണ്. 2 പേര് പോയി അവിടെ പോയി നേരത്തെ പോയി സ്ഥലമൊക്കെ പിടിച്ചിരിപ്പുണ്ട്. വണ്ടി ലോക്ക് ചെയ്തു. എന്തുവാന്ന് അറിയത്തില്ല. അങ്ങോട്ടില്ല, നല്ല തണുപ്പാണ് ഇവിടെ. ഇവിടെ 2-3 കടയൊക്കെ ഉണ്ട്. എല്ലാം നമ്മുടെ ധാബ പോലത്തെ കടയൊക്കെയാണ്. നമ്മുടെ ഇവിടെ തന്നെ കൂട്ടത്തെ വലിയ ഷോപ്പൊന്നും അല്ല, ചെറിയ ചെറിയ ഷോപ്പുകളാണ്. നല്ല തണുപ്പാണ്. ഇവന്മാർ ഫുഡ് കഴിക്കാൻ വന്നാന്നൊന്നും എനിക്ക് ഡൗട്ടുണ്ട്. 2 എണ്ണം കൂടെ തന്നെ ഇവിടെ ചൂട് കായുന്നു. നോക്കി, എന്തുവിടെ ഇത്? ഫുഡ് കഴിക്കാൻ തന്നെ വന്നാന്നോ? തണുപ്പ് തുടങ്ങിയിട്ടുണ്ടില്ലയോ? കുറച്ചുകൂടെ കഴിയുമ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കേ നല്ല തണുപ്പാന്നാ പറയുന്നത്. അപ്പോൾ വേണ്ട ഇതാ നമ്മുടെ ഫുഡ് കഴിക്കുന്ന ഷോപ്പ് തന്നെ. ഇതാണ് ഇവിടെ എന്താ ഇവിടെ എന്തൊക്കെ ഫുഡുണ്ടെന്നാണ് പറഞ്ഞത്? റൊട്ടിയൊക്കെ ഉള്ളൂ. റൊട്ടി, ഡാൽ ഫ്രൈ അതൊക്കെ ഉള്ളൂ. എന്തെങ്കിലും ആട്ടെ, അതൊക്കെ കഴിക്കുക. അടുത്ത വീണ്ടും യാത്ര ചെയ്യുക എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ദിൻദിമത്തായി അടിക്കുന്നു 4ാമത്തെ റൊട്ടി അടിക്കുന്നത്. രാവിലെ എങ്ങനെ ഉണ്ടാ? സൂപ്പറായിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാ? വേറെ ലെവൽ. മോൻ കാണുമ്പോൾ അറിയാം. നമ്മളെ റൊട്ടി, നല്ല പച്ചമുളക്, സവാള. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ ലോഡ് ഇറക്കുന്നതിന് മുന്നേ ഇവിടെ
വണ്ടി കൊണ്ടുപോയി നമുക്ക് രജിസ്റ്റർ ചെയ്യണം. അവിടെ ഫാസ്റ്റാഗ് പോലെ തന്നെ അത് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഡൽഹി സിറ്റിയിൽ വണ്ടി പ്രവേശിക്കാനൊക്കത്തുള്ളൂ. അവിടേക്ക് പോവാം. നമ്മുടെ കൂട്ടത്തിലൊരു ഗൈഡുണ്ട്. ചേട്ടൻ നമ്മളെ കൊണ്ടുപോയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. രാവിലെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല, വലിയ ട്രാഫിക്കൊന്നുമില്ല. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഇറക്കാനും പറ്റത്തില്ല, ഒന്നുമില്ല. 6 മണിക്ക് ശേഷം പിന്നെ വണ്ടി എവിടെയാണോ നമ്മൾ കിടക്കുന്നത് അവിടെ തന്നെ വണ്ടി ഓഫ് ചെയ്തിടുക എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ എത്രയും വേഗം അങ്ങോട്ട് എത്താനുള്ള പോക്കിലാണ്.